മലപ്പുറം ജില്ല വിഭജിച്ച് മൂന്നാക്കണമെന്ന ആവശ്യം വരുന്നുണ്ട്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും ലീഗിനാണ് ആവശ്യം, പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് വരെ രംഗത്ത് നിന്നിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടും ഇല്ലെങ്കിൽ മതപരമായിട്ടും ഒക്കെയുള്ള ചില ദുരുദ്ദേശങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മലപ്പുറം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ തന്നെ മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ലകളിൽ ഒന്നാണ്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ്, മലപ്പുറം ജില്ല, ഇത് രണ്ടുമാണ് ഭാരതത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ജില്ലകൾ. പക്ഷേ കഴിഞ്ഞ കുറേയേറെ കാലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ SDP-യുടെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയിക്കൊള്ളട്ടെ, എല്ലാവരും തന്നെ മലപ്പുറം ജില്ലയെ 3ഉം 4ഉമായിട്ട് വിഭജിക്കണമെന്നാണ് പറയുന്നത്. ആ പറയുന്നതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട്. അവർ പറയുന്നത് റവന്യൂ പരമായിട്ടുള്ള ഭരണ സൗകര്യമാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവിടെ ഉണ്ടാകുന്ന ജനസംഖ്യാ സ്ഫോടനം ഭയാനകമാണ്. ഭാരതത്തിലെ മറ്റേത് പ്രദേശത്തിനെ എടുത്ത് താരതമ്യം ചെയ്താലും ഇത്രമാത്രം പോപ്പുലേഷൻ കൂടിയ ഒരു ജില്ല ഭാരതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. നമുക്കറിയാം, 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. 10 വർഷം കൂടുമ്പോഴാണ് ഭാരതത്തിൽ സെൻസസ് നടക്കുന്നത്. 1971 സെൻസസ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ 1971 സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ ആകെ ജനസംഖ്യ 18,56,000 അതേ സാഹചര്യം നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. തിരുവനന്തപുരം എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു ഹൈന്ദവ ഭൂരിപക്ഷമായിട്ടുള്ള ജില്ലയെന്ന് പറയാം. മലപ്പുറവും മുസ്ലിം ഭൂരിപക്ഷം. ഹിന്ദുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്, മറ്റിടത്തും ഉണ്ട്. പക്ഷേ മലപ്പുറം ജില്ല നമ്മുടെ സങ്കല്പത്തിലൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയും തിരുവനന്തപുരം ജില്ല ഒരു ഹിന്ദു ഭൂരിപക്ഷ ജില്ലയുമാണ്. 1971 കണക്കനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 21,90,800 ജനസംഖ്യ 71. അത് 2025 ആയപ്പോൾ, യഥാർത്ഥത്തിൽ 2011 ഏറ്റവും അവസാനം സെൻസസ് നടന്നത്. 2021 നടന്നില്ല, കാരണം കോവിഡായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജനസംഖ്യ കേരളമാവുമ്പോൾ ജനസംഖ്യാ രജിസ്റ്റർ ഏകദേശം കൃത്യമാണ്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ ജനനങ്ങളും എല്ലാ മരണങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. 2025 കണക്കനുസരിച്ച് കൊണ്ട് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ എന്ന് വെച്ചാൽ 1971 18,56,000 എന്നുള്ളത് ഇപ്പം 47 ലക്ഷം. ഗ്രോത്ത് എത്ര പെർസെൻറ്റേജാണെന്നറിയാമോ? 153% ഗ്രോത്താണ് ഉണ്ടായത്. കഴിഞ്ഞ ഏകദേശം ഒരു 50-54 വർഷം കൊണ്ടുള്ള ഗ്രോത്ത് 153%. തിരുവനന്തപുരം ജില്ലയിലേക്ക് പോവുക. തിരുവനന്തപുരം ജില്ലയിൽ 1971 21,90,800 അത് 2025 ആയപ്പോൾ 35,66,000 ഉള്ളൂ. ഗ്രോത്ത് 62%. ഈ ജനസംഖ്യ കൂടിയത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ജനസംഖ്യ കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷെ ഇതൊന്നുമല്ല അപകടമുണ്ടാകുന്നത്. ഭാവിയിൽ ഉണ്ടാകുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ പലതിനും വിലക്കുണ്ട്. നൊയമ്പ് കാലത്ത് ഹോട്ടലുകൾ തുറക്കാനൊക്കത്തില്ല, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ വെക്കാനൊക്കില്ല. സമാന സാഹചര്യം 3 ജില്ലകളിലുണ്ടാകും. വേറൊരു കണക്കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2-3 വർഷം മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 3,60,000 കുട്ടികളാണ് എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലായിട്ട് 1ാം ക്ലാസ്സിൽ കേരളത്തിൽ അഡ്മിഷൻ എടുത്തത്. ജില്ല തിരിച്ചും അദ്ദേഹം ആ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ കിടപ്പുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് തന്നെ വന്നിരുന്നു. അതനുസരിച്ച് നോക്കുമ്പോൾ ഈ 3,60,000 ഏകദേശം 25% വരുന്ന 65,000 കുട്ടികളും ജനിച്ചത് മലപ്പുറം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലാണ്. അങ്ങനെ ചോദിക്കും, അവിടെ മുസ്ലിങ്ങൾ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ ചോദിക്കും. സ്വാഭാവികമായ ചോദ്യമാണ്. പക്ഷേ മുസ്ലിം ജനസംഖ്യ കൂടുതൽ. തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ഇടുക്കി വരെയുള്ള 6 ജില്ലകളിൽ കൂടി ഈ ഇത്രയും ജനസംഖ്യ 63,000 കുട്ടികൾ ജനിച്ചിട്ടില്ല. അത് നിസ്സാരമായിട്ട് കാണാനൊക്കെ ഇല്ല. അതിനെ ഒരു വലിയ ജനസംഖ്യാ സ്ഫോടനം. അതാണ് ഈ SDP-I ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത്. എന്താണ് ഈ കേരളം അല്ലെ സൗത്ത് ഇന്ത്യയെ കട്ട് ചെയ്തുകൊണ്ട്, കട്ടിങ് ദ സൗത്ത്, ഒരു പുതിയ ഒരു കേരളം കേരളത്തിനകത്ത് ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കേരളത്തിനെ രണ്ടാക്കുക, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയെ വിഭജിച്ചുകൊണ്ടൊരു ഇന്ത്യ ഉണ്ടാക്കുക, ഈ ഒരു ലക്ഷ്യമൊക്കെ 2047 കണ്ടുകൊണ്ട് പലരുടെയും ആഗ്രഹമാണ്. അതാണ് മലപ്പുറം ജില്ലയെ 3ആയിട്ട് വിഭജിക്കുന്നു. ഒരു കണക്കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കുട്ടികളുടെ എണ്ണം, ഈ 2 വർഷം മുമ്പ് 1ാം ക്ലാസ്സിലുണ്ടായിരുന്ന ആ കുട്ടിക്ക് നിലവിൽ എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. 11 വർഷം കഴിഞ്ഞ് അവൻ ഒരു നവ വോട്ടറായിട്ട് നിയമസഭയിൽ വോട്ട് ചെയ്യുമ്പോൾ അന്ന് കേരളത്തിലെ നവ വോട്ടർമാരുടെ 25% ഒരൊറ്റ ജില്ലയിലാവുകയാണ്. അതെ, പുതിയ നിയമസഭാ മണ്ഡലങ്ങൾ. പ്രിയൻ അറിയാവുന്ന എനിക്കറിയത്തില്ല,
കുറേ കാലത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ചാൽ 2001 സെൻസസ് അനുസരിച്ച് 2008 നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിച്ച് ഡീലിമിറ്റേഷൻ വന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ മധ്യ തിരുവിതാംകൂർ വാസിയാണ്. 12 നിയമസഭാ മണ്ഡലം ഇപ്പോൾ ഇല്ല. എവിടെ പോയി? കല്ലൂപ്പാറ നിയമസഭാ മണ്ഡലം ഇപ്പോൾ ഇല്ല. ഇങ്ങനെ പല നിയമസഭാ മണ്ഡലങ്ങളും ഇല്ല. എന്ന് വെച്ചാൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള, അതുപോലെ തന്നെ കിളിമാനൂർ മണ്ഡലമില്ല, വടക്കേക്കര നിയമസഭാ മണ്ഡലമില്ല. തിരുവിതാംകൂർ മേഖല അല്ലെങ്കിൽ തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടുള്ള ജില്ലകളിലെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ജില്ലകൾ നിയമസഭാ മണ്ഡലങ്ങൾ പലതും ഇല്ലാതായി. പക്ഷേ 140 എണ്ണത്തിൽ വ്യത്യാസം വന്നില്ല. അതെവിടെ കൂടി? മലപ്പുറത്ത് കൂടി, മലബാർ മേഖലയിൽ കൂടി. താനൂര്, തവനൂര് തുടങ്ങിയ പല മണ്ഡലങ്ങളും, മങ്കട, ഏലത്തൂർ തുടങ്ങിയ പല നിയമസഭാ മണ്ഡലങ്ങളും അവിടെ ഉണ്ടായി. എന്ന് വെച്ചാൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള നിയമസഭാ സാമാജികരുടെ എണ്ണം അടുത്ത 1-2 ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും ഡിസൈഡിങ് ഫാക്ടർ അവരായി മാറും. കേരള നിയമസഭയിലെ ഓരോ മതാടിസ്ഥാനത്തിലുള്ള MLA-മാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള MLA-മാരുടെ എണ്ണം കുത്തനെ കൂടും. കേരള രാഷ്ട്രീയത്തിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് അവരായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം ബാലൻ്റെ പ്രസ്താവനയുണ്ട്. കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തി. കുറച്ചൊക്കെ സത്യം തന്നെയാണത്, ഇല്ലെന്ന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട്, ഒരു പൊളിറ്റിക്കൽ ഡിസൈഡിങ് ഫാക്ടറായിട്ട് ഇസ്ലാമിക വിഭാഗം മാറുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ജില്ലകൾ രൂപീകരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് നിയമനങ്ങൾ വരും, പുതിയ ഭരണകേന്ദ്രങ്ങൾ വരും, അതിനകത്ത് സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഗുണഫലം ഇന്ന് ഞങ്ങൾക്ക് വികസനമില്ല, ഞങ്ങൾ മലപ്പുറംകാർക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ കള്ളമാണ് എന്നുള്ളത് കൂടി അതിൻ്റെ കൂട്ടത്തിൽ തെളിയുകയല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാം, ഒരു പുതിയ ജില്ല വരുമ്പോൾ ധാരാളം നിയമനങ്ങൾ വരും. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എടുക്കൂ. ഒരു ജില്ലയിൽ ഇപ്പോൾ ഒരു കൺസ്യൂമർ കോടതി മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഈ കൺസ്യൂമർ കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്ന പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് തന്നെയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. പല ഉപദേശക സമിതികളുടെ നിയമനങ്ങൾ അതും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. ഈ 3-4 ജില്ല വന്നു കഴിയുമ്പോൾ ഇത്രയും പൊളിറ്റിക്കൽ നിയമനങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്ന് വരികയും അത്രയും ആൾക്കാർക്ക് സ്വാധീനത്തോടു കൂടിയുള്ള പല പോസ്റ്റുകളിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടാവുകയും ചെയ്യുകയാണ്, അധികാരം കിട്ടുകയാണ്. അതിന് നമുക്ക് നിസ്സാരമായി കാണാനൊക്കത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ ഹിന്ദുവിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പെരുന്നാളാകുമ്പോൾ ഹോട്ടലുകളില്ല, അല്ലെങ്കിൽ അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾക്ക് പല വിലക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതന്നേരം 3 ജില്ലകളിലേക്കും വരികയാണ്. ഈ ജില്ലകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഇപ്പോഴേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭയാനകമാണിത്. ആ കാഴ്ചകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ 3 ജില്ല ആവശ്യപ്പെടുന്ന ശക്തികൾ ഒരു പുതിയ സംസ്ഥാനം ആവശ്യപ്പെടാം കുറേ കാലം കഴിയുമ്പോൾ. കാരണം ഈ തെക്കൻ പ്രദേശം മലബാർ മേഖലയിൽ കഴിഞ്ഞാലുള്ള ഈ തിരുവിതാംകൂർ, തിരുക്കൊച്ചി മേഖലകളിലൊക്കെ തന്നെ പോപ്പുലേഷൻ കണ്ടമാനം കുറയുന്നുണ്ട്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 2 തവണയും RSSൻ്റെ സർസംഘചാലകനായിട്ടുള്ള മോഹൻ ഭാഗവത് വിജയദശമി ദിനത്തിൽ നടത്തുന്ന സന്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ തവണത്തേതല്ല, അതിനു മുമ്പ് നടന്ന 2 സന്ദേശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് കേരളത്തിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞതെന്താണ്? ഭാരതത്തിൻ്റെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ആനുപാതികമല്ലാത്ത രീതിയിൽ ജനസംഖ്യ കൂടുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ അദ്ദേഹം പറഞ്ഞെന്താണ്? ഭാരതത്തിലെ ഹിന്ദു ജനസംഖ്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR റേറ്റ് കുറയുന്നു. ഇത് രണ്ടും ഏറ്റവും ആപ്ലിക്കബിളായിട്ടുള്ളൊരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, തന്ത്രപ്രധാനമുള്ള സ്ഥലങ്ങളിലെ ജനസംഖ്യ കൂടുന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ കൊങ്കൺ മേഖല എന്ന് വെച്ചാൽ മലബാർ മേഖല തൊട്ട് അങ്ങോട്ട് മംഗലാപുരം അല്ലെങ്കിൽ കാസർഗോഡ് ഉൾപ്പെടുന്ന ആ പ്രദേശമാണ് കൊങ്കൺ മേഖല. അവിടെ ഭാരതത്തിന് തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള ജനസംഖ്യയുടെ ഗ്രോത്ത് ഒരു അപകടമാണ്. ആസാം അപകടകരമാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബംഗാൾ അപകടകരമാണ്. അതൊക്കെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ്. അവിടുത്തെ ജനസംഖ്യ ആനുപാതികമല്ലാത്ത രീതിയിൽ കൂടുന്നുവെന്ന് മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന. കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞു TFR റേറ്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള 100 ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കളുടെ എണ്ണമാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഈ കേരളത്തിലെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. കേരളത്തിലെ TFR റേറ്റ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഹിന്ദുക്കൾക്ക് 100 ദമ്പതികൾക്ക് എത്ര മക്കളുണ്ട്? നമ്മൾ 2 നമുക്ക് 2 എന്നൊക്കെ പറയും, പക്ഷേ അത്ര ഇല്ല.
194 പേരേ ഉള്ളൂ 100 ദമ്പതികൾക്ക്, ഹിന്ദുക്കളായ 100 ദമ്പതികൾക്ക്. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ച് ഹിന്ദുവിനേക്കാൾ കുറവാണ്, 185 186 ഉള്ളൂ. പക്ഷേ ഇസ്ലാമികരായിട്ടുള്ള 100 ദമ്പതികളെ സംബന്ധിച്ച് അവരുടെ മക്കളുടെ എണ്ണം 235. നമ്മൾ അങ്ങനെ വരുമ്പോൾ ചെറിയ വ്യത്യാസമല്ല, അതിനെ ലക്ഷങ്ങളിലേക്കും ഒക്കെ ഗുണിക്കുമ്പോൾ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. അത് വളരെ അപകടകരമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കേരളത്തിനകത്ത് ഒരു അൽ കേരളമുണ്ടാകാം, അല്ലെങ്കിൽ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയിൽ ഒരു അൽ ഭാരതമോ അൽ ഇന്ത്യയോ ആവശ്യപ്പെടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അത് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും.